നോമ്പുകാലത്ത് പങ്കുവെക്കലിന്റെ തെരുവായി മാറി കോഴിക്കോട് മിഠായി തെരുവ്. കാണാം ആയിരങ്ങൾ പങ്കെടുത്ത മിഠായി തെരുവിലെ നോമ്പുതുറ കാഴ്ചകൾ. പങ്കുവെക്കലിന്റെ കാലം കൂടിയാണ് നോമ്പുകാലം. നമ്മുടെ നാട്ടിൽ നോമ്പുകാലത്ത് സമൂഹ നോമ്പുതുറകൾ നടക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായൊരു നോമ്പുതുറ കോഴിക്കോട് മിഠായി തെരുവിൽ നടന്നു. തെരുവിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടുനിന്ന ആയിരങ്ങൾ പങ്കെടുത്ത നോമ്പുതുറ. ആദ്യം 300-500 ചെയ്യൽ, ഇത് 2500 ഇതുവരെയുള്ളതിൽ ആദ്യമായിട്ടാണ്. തെരുവച്ചവടക്കാരും ഈ മറ്റേ ഷോപ്പുകാരോ എല്ലാ പോട്ടർമാരോ എല്ലാവരും കൂടിയുള്ള കൂട്ടായ്മയാണ്. നോമ്പുറ എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നുന്നതല്ല, നമ്മളെ വിഷമം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള വിഷമം കൂടി തീർക്കണം. അതാണ് നോമ്പുറ. കോഴിക്കോടിൻ്റെ സ്നേഹം എന്താണെന്നുള്ളത് മിഠായിത്തിൽ വരണം, അത് അറിയണമെന്നുണ്ടെങ്കിൽ. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ഇഫ്താർ വിരുന്ന് എന്നുള്ളത്. അത് നമ്മൾ കോഴിക്കോടിന് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ മറ്റുള്ളവൻ്റെ വിശപ്പകറ്റുക എന്നുള്ളതല്ല, മനസ്സ് നിറയ്ക്കുക എന്നുള്ളതാണ്. കോഴിക്കോട് എല്ലാവരും മനസ്സാണ് നിറച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്ന് ഇന്നലെ ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ട് അങ്ങനെ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. വളരെ നമ്മുടെ ഒരു 10-40 വർഷത്തിനടക്ക് ഒരുപാട് സ്ഥലത്ത് നോമ്പുതുറക്ക് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു പരിപാടി ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ സമൃദ്ധിയായിട്ട് ആവശ്യത്തിലധികം സാധനങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ കഴിച്ച ടേബിളിൽ തന്നെ ഇനിയും സാധനങ്ങൾ മിച്ചമാണ്. ഇവിടെ കച്ചവടക്കാർ എല്ലാവരും കൂടിയിട്ട് മതങ്ങൾക്ക് അതീതമായിക്കൊണ്ട് എല്ലാവരും കൂടി ഡെസ്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അരമണിക്കൂർ കൊണ്ട് അങ്ങ് ഇങ്ങ് വരാം. അതുകൊണ്ട് ഒരു 10,000-3,000 പേരുടെ മുകളിൽ ഞങ്ങൾ കാണുന്നുണ്ട്. നല്ല ഒരു പരിപാടിയാണ്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നാട്ടിലും ഇതൊന്നും ഇങ്ങനെ പരീക്ഷിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക്. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു മിഠായി തെരുവിലെ നോമ്പുതുറ. കച്ചവടക്കാർ മാത്രമല്ല, ഇതുവഴി വന്നുപോയവരും നോമ്പുതുറയുടെ ഭാഗമായി. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.